ഇപ്പോൾ ന്യായം വെച്ച് പരാതി കൊടുത്തായിരുന്നു, ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽ സാറ് പറയും. ഡീറ്റെയിൽ ഈ സംഭവം ഇഷ്യൂ നടന്ന 5 പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൃത്യനിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്തു. ബാക്കി ഡീറ്റെയിൽ സാറിന് അറിയാം. മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തന്നെ 2 രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അവിടെ സ്റ്റാൻഡിലേക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി എന്ന് പറയുന്നു. മറ്റൊന്ന്, എനിക്ക് അവിടേക്ക് കയറാൻ സാധിക്കില്ല, എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള പ്രതികരണം വരുന്നു. ഏതു അവിടെ അതിനുശേഷം പോയിരുന്നോ ഇല്ലയോ? KSRTC സ്റ്റാൻഡിലാണോ വാഹനം ഏത് ഓടിച്ച വാഹനം ആ KSRTC വാഹനത്തിൽ പിന്നെ പോയിരുന്നു? KSRTC വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല, അതുവഴി പോയെന്നേ ഉള്ളൂ. നമ്മളെ ഡിപ്പോയിൽ പോകണം, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ. ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്ന 2 പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്നിൽ ഇത് പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെയാണ്, അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. മറ്റൊന്നിൽ പറയുന്നു, എന്നെ ആ കേസ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഏത് വീഡിയോയിൽ? അല്ല, ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല, ആ വീഡിയോ ഇങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല. ഞാൻ ATO, അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക. ATO പറഞ്ഞെന്നാണ്, ATOയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നെന്നാണ്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചു തരും, ആ വീഡിയോ ഒന്ന് കാണിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ചലച്ചിത്ര താരം താങ്കളുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു. അവർ പറയുന്നത്, താങ്കൾ ചോദിച്ചത് തൃശ്ശൂർ വരെ പോകുന്ന താങ്കൾ എങ്ങനെയാണ്, പക്ഷേ താങ്കൾ വഴിക്കടവ് സർവീസാണ് നടത്തിയിരുന്നത്, അതായത് തൃശ്ശൂർ കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ശരിയല്ലേ? അവർ പറയുന്നത് ശരിയായിരിക്കും. അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ്. വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട്, ചേട്ടാ അത് പറയാതെ തന്നെ അവർ പറയുന്നുണ്ട്. ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. അതിൽ പറയുന്നുണ്ട്, റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ്. ബസ് കിടക്കുന്നത് എങ്ങനെയാണ്? ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് റോക്കി ബായി പോലെ. എങ്കിൽ യാത്രക്കാർ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും, തലകൾ വെളിയിൽ കാണും, അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല. ജൂൺ 12 ഇല്ല. അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം, ഡിപ്പോയിൽ പോയി എനിക്കെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പോൾ ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. പുറത്ത് അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ടവർ? ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂർ പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഉദ്ദേശം. പിന്നെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ അതാണ് വക്കീൽ പറയുന്നത്. ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. എന്നെ കണ്ടു അല്ല ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ കഥയില്ലേ അവർ പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? അല്ല ചേച്ചി, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. ആരായാലും റോഷ്നി എന്ന് പറയുന്ന ഈ വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടാ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ? എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടില്ല. ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എൻ്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ചേച്ചി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷ്നിയെ ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ്
ഒരാളെ ബുദ്ധിമുട്ടിക്കണേന് നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? ഓ അപ്പോൾ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് നോക്കണം ചേട്ടാ. നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. ഈ പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നത്. അതിലൊന്നും കാര്യമില്ല. ഏതുവായിരുന്നു ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇടപെട്ടിട്ടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ എന്ത് KSRTC അന്വേഷിക്കട്ടെ ന്യായമായിട്ടുള്ള കാര്യത്തിന്. എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയും യദുവിനെതിരെ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം KSRTC നടത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടാണ്? അറിയത്തില്ല, എൻ്റെ അറിവില്ല. യദു കുറ്റക്കാരനെന്ന് KSRTC കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നം അല്ലാതെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു അറിവ് എൻ്റെ കയ്യിലില്ല. 2 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ.